സത്യം പറഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റ് ആരെയും വാങ്ങിത്തരാത്തതിന്റെ ഒരു ദേഷ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നമ്മൾ ആരെങ്കിലും വാങ്ങിയ നമ്മുടെ ഉള്ള പ്ലേയേഴ്സിന്റെ ആ കോമ്പിനേഷൻ അങ്ങ് പോകും. അതെന്തായാലും നന്നായി. എല്ലായിടത്തും ഇപ്പം നമ്മളാ ഫസ്റ്റ്. UCL ഫസ്റ്റ് നമ്മൾ 2-3 ഒക്കെ ആരാ. UCL ഇപ്പൊ ഫുള്ള് ട്വിസ്റ്റാ. പ്രതീക്ഷിച്ച ഭയങ്കരമാരൊക്കെ ഇപ്പൊ താഴെ കിടക്കുക. കൂടെയുള്ളത് സ്പോർട്ടിംഗ് CP മൊണാക്കോ ഒക്കെയാ. അപ്പൊ കൊമ്പന്മാര് തലപ്പൊക്കെ നമുക്ക് തന്നെ. ഇതുവരെ അങ്ങനെ, ഇനി അങ്ങോട്ട് എന്താവോ എന്തോ. ഇങ്ങനെ തന്നെ പോട്ടെ. അടുത്ത UCL ആരുമായിട്ടാ കളി? റയൽ മാഡ്രിഡ് ആയിട്ടാ. ദോ വരുന്നു റിവഞ്ചർ. അവഞ്ചർ അല്ലേ? അത് വേറെ, ഇത് റിവഞ്ചർ. ഹലോ, നീ നാഷണൽ ബ്രേക്കിനൊന്നും പോയില്ലേ? ഇപ്രാവശ്യം എനിക്ക് ബ്രേക്ക് തന്നു. മാത്രമല്ല റയൽ മാഡ്രിഡ് ഒക്കെ ആയിട്ടല്ലേ കളി വരുന്നത്. അതുകൊണ്ടൊന്ന് ഒരുങ്ങിയിരിക്കണം. ബുക്കും പേപ്പറൊക്കെ ആയിട്ട് എന്ത് പഠിക്കാൻ പോകുന്ന? ഒരുപാട് കടങ്ങൾ തീർക്കാറുണ്ട്. ഒരു 5-2, ഒരു 1-0 ഫൈനലിൽ. പിന്നെ എന്റെ കൈ തിരിച്ചുപിടിച്ചത് വേറെ. അവന്മാരുടെ ഡിഫൻസ് ഉള്ളവന്മാർക്കെല്ലാം പരിക്കാന്നാ കേൾക്കുന്നത്. ആണാ? അപ്പൊ എല്ലാ കടവും ഒരുമിച്ച് വീട്ടാ. ഈ പരിക്കൊക്കെ ഉള്ളതുകൊണ്ട് പഴയ റാമോസിനെയൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കുന്നുണ്ടെന്ന്. റാമോസോ? എന്ത്? ഫാബ്രിസിയോ റൊമാനോ വല്ലതും പറഞ്ഞോ? അല്ല, റൂമറാ. എന്റെ ഉയരങ്ങ് പോയി. അതിന് നീ എന്തിനാ എത്ര പേടിക്കുന്നത്? നിങ്ങക്ക് അങ്ങനെ പറയാം. ഭ്രാന്തനാണ് അവൻ കാരണം എനിക്ക് വേൾഡ് കപ്പ് പോലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയില്ല. എല്ലാ വൈരാഗ്യങ്ങളും കടങ്ങളും എടുത്ത് വെച്ചോ. 28-ാം തീയതി പറ്റുമെങ്കിൽ തീർക്കാം. അങ്ങോട്ട് വിളിക്കണോ? ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ. ഡിഫൻസ് ഒക്കെ പരിക്കാണെന്ന് കേട്ടല്ലോ സാറേ. ഇനിയിപ്പോൾ ജനുവരിയിൽ ആയാലും നോക്കണം. വേണമെങ്കിൽ ഞാൻ വരാം കേട്ടോ. വേണ്ട, 5-10 തന്നാൽ മതി. പിന്നെ നമ്മൾ പഴയൊന്നും മറന്നിട്ടില്ല. പിന്നെ കളിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഈ യെല്ലോ റെഡും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ പോലീസ് കേസ് 2 ഉണ്ട്. നമുക്ക് പിന്നെ ആലോചിക്കാം. ശരി, ആയിക്കോട്ടെ. ഒത്തില്ല.